ഹലോ ഗൈസ്, വെൽക്കം ടു അനി ഡ്രീംസ് ചാനൽ. അപ്പോൾ നമ്മൾ ടെറസിൽ പടവലങ്ങ വിത്ത് നട്ടിട്ടുണ്ടായിരുന്നേ, അത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പന്തലെടുത്ത് വിട്ടതാണ് ഗൈസ്. പന്തലെന്ന് പറഞ്ഞാൽ ഒരു 5-6 കമ്പ് കൊണ്ടുവന്ന് നട്ട് കൊടുത്തിട്ട് അത് അങ്ങനെ ഒരു കയറും വെച്ച് പീസുകളാക്കിയിട്ട് അങ്ങനെ നമ്മൾ കെട്ടി കൊടുത്താൽ മതി, അതിൽ പടർന്നോളും ഗൈസ്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം കൂടെ കെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് കോവച്ചെടിയിൽ സൈഡിൽ തന്നെ ശംഖുപുഷ്പച്ചെടിയും വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു 5-10 പൂവും കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ കോവച്ചെടിയിൽ മുഞ്ഞയൊക്കെ വീണിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ അതിനുള്ള ലിക്വിഡ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ചെടികളൊക്കെ ഒന്ന് ഞാൻ നോക്കണേ, എവിടെയെങ്കിലുമൊക്കെ മുഞ്ഞ വീണിട്ടുണ്ടോ അങ്ങനെ നോക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ പന്തലെടുത്ത് ഞാനെല്ലാം കെട്ടി കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ രാവിലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ ചെടികൾക്കൊക്കെ. പിന്നെ അട്ടപ്പാടിയിൽ ഒരു 2-3 മഴ കിട്ടിയിട്ടോ, വേനൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും ഈ ഫ്രഷ്നെസ് ഇല്ല ഗൈസ്. വെള്ളം നമ്മൾ ദിവസം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, എന്നാലും മഴ പെയ്യുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് ചെടികളൊക്കെ, കണ്ടില്ലേ. നല്ലോണം കായ എടുത്തിട്ടുണ്ട്, തക്കാളിയും മുളകും എല്ലാം നല്ലോണം കായ്ച്ചിട്ടുണ്ട്. നിറയെ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ചെടിയിലൊക്കെ. അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതേപോലെ അധികം മൂപ്പായിട്ടില്ല, 1-2 മൂക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറിക്കാറുണ്ട്. നല്ല മൂത്തിട്ട് വേണം അടുത്തുള്ള വീട്ടിലേക്ക് പറിച്ചു കൊടുക്കാനായിട്ട്. ഇത്രയൊന്നും ഞാൻ എടുക്കത്തില്ല ഗൈസ്, ഞാൻ അടുത്തുള്ള വീട്ടിലൊക്കെ പറിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ തക്കാളിയൊക്കെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ, ആപ്പിൾ തക്കാളി. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ലിക്വിഡ് റെഡിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഏതായാലും ചെടികൾക്കൊക്കെ ചെറിയൊരു മുഞ്ഞ പിടിച്ച പിന്നെ അത് കേടാവും ഗൈസ് തക്കാളിയൊക്കെ. അപ്പോൾ നമ്മൾ ഇതുപോലെ ലിക്വിഡ് ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തക്കാളി നല്ലോണം വരികയും ചെയ്യും, ചെടികളൊന്നും കേട് വരത്തില്ല, മുഞ്ഞൊന്നും വീഴത്തില്ല. നല്ല ഒരു 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം റെഡിയാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാത്തിനും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ രാവിലെ തന്നെ. ഇനി നമ്മൾ മുഞ്ഞയൊന്നും വീഴാതിരിക്കാനായിട്ട് ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഗൈസ്. അപ്പോൾ അതിനായിട്ട് ഞാൻ വിനാഗിരി 5 ടീസ്പൂൺ എടുത്ത് ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. വിനാഗിരി കുപ്പിയിലാണ് കേട്ടോ ഒഴിച്ച് വെച്ചിരിക്കുന്നത്, 5 ടീസ്പൂൺ. അതിൽ ആ കുപ്പീൻ്റെ അടപ്പുണ്ടല്ലോ, അതിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി, ഒരു 5 ടീസ്പൂൺ. പിന്നെ ഇത് 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് പാകത്തിന് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് അളവ് അറിയണമല്ലോ നിങ്ങൾക്കൊക്കെ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ലിറ്റർ കുപ്പിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, 10-20 അല്ലി ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഞാൻ കല്ലിൽ അരച്ചെടുത്തിരിക്കുകയാണ്. നമ്മൾ അരച്ചെടുത്ത ശേഷം എങ്ങനെയാണ് വെള്ളം മിക്സ് ആക്കണമെന്ന് നോക്കാം ഗൈസ്. ഇപ്പോൾ ഞാൻ എല്ലാ വെളുത്തുള്ളി അരച്ചെടുത്തിട്ടുണ്ട്. തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല, നമ്മൾ അരപ്പയും കൂടെ അരച്ചെടുക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഞാൻ വെളുത്തുള്ളിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്, അതിൻ്റെ വെള്ളവും കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച്. എന്നിട്ട് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ തുണി കഴുകണില്ല ലിക്വിഡ്, അതൊരു 5 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കണേ. അങ്ങനെ വിനാഗിരി ഒരു 5 ടീസ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. 5 ടീസ്പൂൺ വിനാഗിരി, 5 ടീസ്പൂൺ തുണി കഴുകുന്ന ലിക്വിഡ്, രണ്ടും ഒരേപോലെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒപ്പം കഞ്ഞിരവെള്ളം ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 5 ടീസ്പൂൺ വിനാഗിരി ആണെങ്കിൽ 5 ടീസ്പൂൺ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി, ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം അതിലേക്ക് പുളിപ്പിച്ച് വെച്ചിരുന്ന ഒരു 1/2 കപ്പ് വെള്ളം, കഞ്ഞിരവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിലാണെങ്കിലും നമ്മളൊരു 2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം ഗൈസ്. അപ്പോൾ ഇതെല്ലാം ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ കുപ്പിയിൽ 1 കുപ്പി അളവിന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് അരപ്പം കൂടെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കാം ഗൈസ്, 1 കുപ്പി. എന്നിട്ട് നമ്മൾ അതിൻ്റെ അടപ്പിൽ തന്നെ ഹോൾസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എളുപ്പത്തിൽ അതിൽ ഇട്ട് കൊടുത്ത് നമ്മൾ സ്പ്രേ അടിച്ചു കൊടുക്കാവുന്നതാണ്. അത് കുപ്പി സ്പ്രേ അടിക്കുന്ന കുപ്പി ഉണ്ടെങ്കിൽ നമ്മൾ അത് മതിയാവും. അപ്പോൾ എളുപ്പത്തിൽ നമ്മൾ വേണമല്ലോ വീട്ടിൽ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഒരു സൂചിയിൽ ചൂടാക്കിയിട്ട് ചെറുതായി ഹോൾസ് കുത്തി കൊടുത്താൽ മതി കേട്ടോ, അത് മതിയാവും. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാം ഗൈസ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതുപോലെ മുഞ്ഞ വീടുന്ന സ്ഥലത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏതായാലും ഞാൻ എല്ലാത്തിനും സ്പ്രേ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാവുമ്പോൾ നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ മുളക് ചെടികൾക്കൊക്കെ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ള ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ്
നോക്കണം ഗൈസ്. അതിന് ശേഷം നമ്മൾ ആ ലിക്വിഡൊക്കെ ഒഴിക്കുമ്പോൾ ഇലയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ആ മുഞ്ഞയൊക്കെ താഴെ പോവേ. അപ്പോൾ നമ്മൾ ഒരു 2-3 ദിവസമെങ്കിലും അതങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലോണം തക്കാളിയൊക്കെ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഈ ഇലയിലൊക്കെ മറച്ചിട്ട് ആ സൈഡിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ മുന്നേ വേണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 3 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മുഞ്ഞയൊന്നും വീഴത്തില്ല, പുഴുക്കളൊന്നും പിടിക്കത്തില്ല, നല്ല ഹെൽത്തായി ചെടികളൊക്കെ വളരും, കായ്ക്കും കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ ഈ ഇടയ്ക്ക് ഇഞ്ചിയൊക്കെ നട്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചെറുതായിട്ട് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ അതിനെല്ലാം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. തക്കാളി എല്ലാ ചെടിയിലും ഉണ്ട് കേട്ടോ. വയലറ്റ് കാന്താരി നല്ലോണം വന്നിട്ടുണ്ട് മഴ പെയ്തപ്പോൾ. ആദ്യമൊക്കെ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല കായ്, 1-2 വീടായിരുന്നു. ഇപ്പോൾ നല്ലോണം കായ്ച്ചിട്ടുണ്ട് കേട്ടോ മഴ പെയ്തപ്പോൾ. അപ്പോൾ അങ്ങനെ ലിക്വിഡ് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ പൂങ്കരിമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൊങ്ങൽ സമയത്ത്. അപ്പോൾ ഞാൻ സൈഡിൽ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, തക്കാളി ചെടീൻ്റെ സൈഡിലൊക്കെ. അപ്പോൾ അതൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകണതുകൊണ്ട് നമ്മളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ സമയം കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെടികളൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ പറ്റും. നല്ലോണം കായ്ച്ച് അതിൽ നിന്ന് പച്ചക്കറികളൊക്കെ എടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ ലിക്വിഡൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം അപ്പുറത്ത് മുരിങ്ങയില നല്ലോണം കായ്ച്ചിട്ടുണ്ട് കേട്ടോ പൂവ് എടുത്തിട്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ തരാറുണ്ട് കേട്ടോ. മുരിങ്ങ നിറയെ എടുക്കും കേട്ടോ വർഷം. അപ്പോൾ അതിൽ എപ്പോഴും എനിക്ക് മുരിങ്ങ സാമ്പാറിനൊക്കെ തരാറുണ്ട്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ പറമ്പിലുണ്ട് ഗൈസ്, പറമ്പിൽ പോയാലും അവിടെ നിന്നും കൊണ്ടുവരും. ഈ പ്രാവശ്യം പറമ്പിൽ പോയപ്പോൾ ചക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിരിക്കുകയാണ്. ഒരു ചക്ക പഴുത്തിട്ടുണ്ട്, അത് മുറിക്കണം. അപ്പോൾ കുട്ടികളൊക്കെ ലീവിന് വന്നിട്ടുണ്ട്, ഒരു 2-3 ദിവസം ലീവാട്ടോ. അപ്പോൾ അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയി കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ കടുക് എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ ഒരുവിധം. കുറച്ചും കൂടെ ആയിട്ട് നമ്മളതൊന്ന് എടുത്ത് ഉണക്കണം ഗൈസ്. അങ്ങനെ പടവലങ്ങയ്ക്കും പന്തലെടുത്തിട്ട് മുഞ്ഞ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ലിക്വിഡും റെഡിയാക്കി ഒഴിച്ചും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ താഴേക്കൊന്ന് പോകണം ഗൈസ്. താഴെ പോയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതിനും ഒഴിച്ചു കൊടുക്കണം ചെടികൾക്കൊക്കെ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ വീഡിയോ ലെങ്തായി പോവും. അതുകൊണ്ടാണ് നമ്മൾ നട്ട ഇഞ്ചിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറേ ചീരയും വന്നിട്ടുണ്ട്. പരിപ്പിൽ വെക്കുന്ന ചീരയാണ്, നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പറിക്കണം ഗൈസ്. അപ്പോൾ അതൊക്കെ ഇനി നാളെ പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അധികം മൂപ്പായാൽ കൊള്ളത്തില്ല. അപ്പോൾ അപ്പുറത്തൊക്കെ ചീരയുണ്ട് കേട്ടോ, താഴെ ഭാഗത്തും കുറച്ച് ചീരയുണ്ട്. ഇതെല്ലാം കൂടെ പറിക്കുമ്പോൾ ഒരു നേരത്ത് കിട്ടും. അപ്പോൾ ഈ തക്കാളി ചെടീൻ്റെ അടിയിലൊക്കെ കുറേ പൊണ്ണാങ്ങാനി ചീരയും വന്നിട്ടുണ്ട്. ഇതാണ് പുളിച്ചൻ ചീര എന്ന് പറയും. ഇത് നല്ലൊരു പുളി ഉണ്ടാകും കേട്ടോ, നല്ലതാണ്. ഇത് ഹെൽത്താണ് കേട്ടോ ഈ ചീര. നാട്ടിൽ പോയപ്പോൾ അനിയത്തി തന്ന വിത്താണ്. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് വന്നതാണ് കേട്ടോ ഈ തൈ. അപ്പോൾ അത് ഞാൻ മാറ്റി നട്ടിട്ടുണ്ട്. അപ്പോൾ പറമ്പിൽ നിന്ന് 2 ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരെണ്ണം പഴുത്തിട്ടുണ്ട്. അതിൽ ഒരു ചക്ക മാറ്റി വെച്ചു, ഒരെണ്ണം കേട്ടോ മുറിച്ചത്. നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ. മക്കൾ വരാൻ 2 ദിവസം മുമ്പേ പറിച്ചുകൊണ്ടൊന്ന് വെച്ചതാണ്. അപ്പോൾ അത് പഴുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോഴാണ് പഴുത്തിരിക്കണത്. അപ്പോൾ അത് മുറിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പറമ്പിൽ വേറെ പ്ലാവ് ഉണ്ട് കേട്ടോ, 2-3 ഉണ്ട്. അതിലൊരു ചെറിയൊരു മരത്തിലാണ് ഇത് ഈ വർഷം കായ്ച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചക്കയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മുറിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ്. നിങ്ങളുടെ ഭാഗത്തൊക്കെ ചക്കയൊക്കെ ആയിട്ടുണ്ടോ എന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.